ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ ചരിച്ചു വെച്ചാൽ ഒരു സൈഡെങ്കിലും കാണാൻ പറ്റിയ ഒരു വണ്ടി ഉണ്ട് എന്നുള്ളത്. അതേസമയത്ത് ഈ ഒരു സാഹചര്യം നമ്മുടെ ബാക്കിൽ ഇങ്ങനെയാണ് ഒരു ബൈക്ക് വെച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു മിററിൽ നോക്കിയാലും കാണില്ല, ഈ ഒരു മിററിൽ നോക്കിയാലും നമുക്ക് കാണില്ല. നമസ്കാരം, ഞാൻ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ഈ സെന്റർ മിറർ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്, ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, ഈ മിറർ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതുവരെ മാഷ ഈ ഒരു മിററിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ലല്ലോ, അപ്പൊ ഈ മിററിനെ പറ്റി ഒന്ന് പറയാമോ, ഇത് എന്തിനാണ്ട് ഉപയോഗിക്കുന്നതാണ് എന്നൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്കും ഈ മിററിനെ പറ്റി കറക്റ്റ് ധാരണയില്ല, ബോധാണെന്ന് നിങ്ങൾക്കും ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാം, മറ്റുള്ളവരെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ഒരു വാഹനം നമ്മൾ മുൻപോട്ട് എടുക്കുന്ന സമയത്ത്, നമ്മളെല്ലാം സെറ്റ് ചെയ്തൊരു വാഹനം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലെ മിറർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി മുൻപോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ മിററിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് മുൻപോട്ട് എടുക്കാൻ സാഹചര്യം നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ബാക്കിലോട്ടാണ് ആദ്യം എടുക്കേണ്ടത്. റിവേഴ്സ് ഗിയർ ഇട്ടു. ഈ റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ ഒരു മിററിൽ നോക്കി വണ്ടി ബാക്കിലുണ്ട്. കാരണം നമുക്ക് ഒരു ബൈക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ചരിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മിററിലോ, ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു മിററിലോ, അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലെ ഈ ഒരു മിററിലോ അതിന്റെ ഏതെങ്കിലും ബൈക്കിന്റെ ഏതൊരു സൈഡെങ്കിലും കാണാൻ പറ്റിയ ഒരു വണ്ടി ഉണ്ട് എന്നുള്ളത്. അതേസമയത്ത് ഈ ഒരു സാഹചര്യം നമ്മുടെ ബാക്കിൽ ഇങ്ങനെയാണ് ഒരു ബൈക്ക് കൊണ്ടെന്ന് വെച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു മിററിൽ നോക്കിയാലും കാണില്ല, ഈ ഒരു മിററിൽ നോക്കിയാലും നമുക്ക് കാണില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത്, ഈ ഒരു മിറർ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ബ്രേക്കിൽ നിന്ന് നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടു, നമ്മൾ ബാക്കിലോട്ട് എടുത്താൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടു, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ ഒരു മിററിൽ നോക്കിയിട്ട് വണ്ടി ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. അപ്പൊ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിലാണോ കിടക്കുന്നത് ആ സൈഡിലെ മിററിൽ നോക്കി വേണം നമ്മൾ ചേർത്ത് ബൈക്കിലോട്ട് എടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മിറർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമുക്ക് ബൈക്കിലെ ഗ്ലാസ് ഫുള്ളായിട്ട് ഈ ഒരു മിററിൽ കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. അല്ലാതെ ഒരു കാരണവശാലും ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഒന്നും നിങ്ങൾ വെച്ച് കളയരുത്. നമുക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ട് ബൈക്കില് ആ ഒരു ഗ്ലാസ് പൂർണ്ണമായിട്ട് കാണത്തക്ക രീതിയിൽ വെച്ച് വേണം എന്താൽ നമ്മൾ ഈ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോൾ റിവേഴ്സ് ആണ് വാഹനം പോകേണ്ടതെങ്കിൽ ഈ ഒരു മിററിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും കാണുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു മിററിൽ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒന്നും കാണുന്നില്ല. നമ്മൾ ഈ ഒരു മിററിലോട്ട് വന്നു, നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടു, റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ബൈക്കിലോട്ട് നോക്കിയപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ആ ബൈക്കിൽ നിൽക്കുന്ന ആളിനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ആ ആളിനെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മിററിലും അതേപോലെ തന്നെ ഈ ഒരു മിററിലും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മിററിൽ നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മളൊരു വാഹനം നമ്മൾ റിവേഴ്സ് എടുക്കാവൂ. അതുപോലെ തന്നെ നമുക്ക് ഹൈവേ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഈ ഒരു മിററിൽ നമുക്ക് കാരണം നമ്മൾ നേരെ സെന്ററിൽ കൂടെ ഒരു ബൈക്ക് വരാം, അപ്പൊ ഈ ഒരു മിററിലും കാണത്തില്ല പെട്ടെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മിററിൽ നോക്കിക്കൊണ്ട് നമ്മൾ സ്ലോ ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ലോ ചെയ്യുകയോ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ സ്പീഡ് തന്നെ എന്തുണ്ടാകും, നമ്മുടെ വാഹനത്തിന് പുറകിൽ ആ വാഹനം അതേ സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ വണ്ടിക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു അപകടത്തിന് കാരണമായി തീരും. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ പെട്ടെന്ന് സ്ലോ ചെയ്യുന്ന സമയങ്ങളിലോ അല്ലാതെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സാഹചര്യങ്ങളിലോ അല്ലാതെ നമുക്ക് ഈ ഒരു മിററിൽ നമ്മൾ നോക്കി ഒരു വാഹനം നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്. നമ്മൾ അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ഒരു മിററിൽ നമ്മൾ വണ്ടി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ ഒരു മിററിൽ നമ്മൾ നോക്കാവൂ. ഒരു കാരണവശാലും അല്ലാതെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ഒരു മിററിൽ നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ബാക്കിലോട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഏത് സൈഡിലാണോ ഏത് മിററിലാണോ നിങ്ങൾ നോക്കുന്നത്, നിങ്ങളുടെ ഏത് സൈഡിലാണോ നിങ്ങളുടെ വണ്ടി കിടക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിലെ മിറർ തന്നെ ചേർത്ത് ആ രീതിയിൽ ആ ഒരു സ്കെയിലിൽ, ഇതിപ്പോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മതിൽ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ ചേർത്ത് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു മിറർ മാറിയിട്ട് ഈ ഒരു മിററും രണ്ട് മിററും അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി സെൻട്രലിലെ മിറർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അതിലെതിലേയും പോകും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു കൺട്രോൾ കിട്ടാതെ വരും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്നറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ സംശയങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.